ഒരു പിടി കടുകും ഒരു പിടി ജീരകവും തീർത്ഥാടനത്തിന് പോയ കഥ. അങ്ങ് ആലപ്പുഴയിൽ അന്നൊരിക്കൽ അമ്മിണിയമ്മ പലചരക്കു കടയിൽ നിന്ന് ഒരു പിടി കടുകും ഒരു പിടി ജീരകവും വാങ്ങി. വീട്ടിൽ വന്നിട്ടും കടുകിനും ജീരകത്തിനും കരച്ചിലു തന്നെ കരച്ചിൽ. ഒക്കത്തില്ല അമ്മിണിയമ്മേ, ഒക്കത്തില്ല, ഞങ്ങളെ കൂട്ടാനിലിടാൻ ഒക്കത്തില്ല. ഞങ്ങൾ നേർച്ച നേർന്നിരിക്കുക, വായ്ക്കത്തപ്പനെയും തൊഴണം, പുതുപള്ളിയിലും പോണം. ആട്ടെ, അമ്മിണിയമ്മ പറഞ്ഞു, നിങ്ങൾ പൊക്കോ, വള്ളത്തിൽ കയറുമ്പം സൂക്ഷിച്ചോണേ. അങ്ങനെ ഒരു പിടി കടുകും ഒരു പിടി ജീരകവും തീർത്ഥാടനത്തിന് പോയി. വള്ളത്തിൽ കയറാൻ കടവിലെത്തണം. ഒത്തിരി ദൂരം, നല്ല വെയില്. ഒരു കാര്യം ചെയ്യ, കടുക് ജീരകത്തോട് പറഞ്ഞു, നീ ആ കരിയില ഇങ്ങെടുത്തേ, എന്നിട്ട് അതിനെ തലയിൽ അങ്ങോട്ട് ചൂടി. ഒരു പിടി ജീരകം കരിയിലപ്പുറത്ത് കിടന്നു. കടുക് ഉരുണ്ടുരുണ്ടു പോയി. വഴിയെല്ലാം പെട്ടെന്ന് തീർന്നു. കടവിലെത്തിയപ്പോഴത്തേക്കും ജീരകം നല്ല വെയിലത്ത്. വായ്ക്കത്തേക്കുള്ളതാ. കെട്ടുവെള്ളത്തിലെ അരിവെപ്പുകാരൻ കിട്ടണ പിള്ളയ്ക്ക് സന്തോഷം. നല്ല കോള്. ഇന്നത്തെ കൂട്ടാനുള്ള കടുകും ജീരകവും നിങ്ങൾ വാ, നാളെ വെളുക്കെ വായ്ക്കത്തെത്തിക്കാം എന്ന് ചക്കരവാക്കെല്ലാം പറഞ്ഞ് കിട്ടണ പിള്ള അവരെ വള്ളത്തിൽ കയറ്റി. രാത്രിയായപ്പോൾ താഴേന്ന് വറുക്കലും പൊരിക്കലും അരക്കലും ചതക്കലും നടക്കുന്നതിൻ്റെ ബഹളം. നമുക്ക് വെള്ളത്തിൽ ചാടി രക്ഷപ്പെടാം, ജീരകം കടുകിനോട് പറഞ്ഞു. ജീരകം കായലിൽ ചാടി ചങ്ങാടം പോലെ നിരന്നു കിടന്നു. പുറകെ ചാടി കടുക് ജീരകത്തിൻ്റെ നെഞ്ചത്ത് കിടന്നു. നേരം പരവരാ വെളുക്കും മുൻപേ അവർ വൈക്കത്ത് കടവ് പറ്റി. ഒരു പിടി കടുകും ഒരു പിടി ജീരകവും മുങ്ങിക്കുളിച്ച് അമ്പലത്തിലോട്ട് പോയി. അവിടെ വല്യടുക്കളയിൽ നമ്പൂരിച്ചനും നായന്മാരും കൂടി വിയർത്തും മൊലിച്ചും നീങ്ങിയും നിരങ്ങിയും പ്രാതല സദ്യയ്ക്ക് കോപ്പുകൂട്ടുവാ. അപ്പോഴുണ്ട് നന്നായി കുതിർന്ന് തടിച്ച കടുകും ജീരകവും വരുന്നു. അവരെ കണ്ട ദഹണ്ണക്കാരൻ നമ്പൂരിക്ക് വലിയ സന്തോഷം. വാ വാ, നിങ്ങൾക്ക് തൊഴണ്ടേ എന്നൊക്കെ ചോദിച്ച് അങ്ങേരവരെ വല്യടുക്കളയിലേക്ക് കൊണ്ടുപോയി. അപ്പോഴോ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു കാളൻ്റെയും മോലൻ്റെയും മണം. കൂട്ടാനിടലും മുൻപ് ഞങ്ങൾ തൊഴുതേച്ച് വരാം. തിരിഞ്ഞു നോക്കാതെ ജീരകവും കടുകും അമ്പലത്തിനകത്തേക്കോടി. അവരുടെ ഓട്ടം കണ്ട് അടിച്ചു തളിക്കാരി കുഞ്ഞിപ്പെണ്ണ് ചോദിച്ചു, ആരെ പേടിച്ചാ നിങ്ങൾ ഓടുന്നേ? ദഹണ്ണക്കാരൻ നമ്പൂതിരി, ഞങ്ങളെ കൂട്ടാനിലിടും, ജീരകവും കടുകും പറഞ്ഞു. കുഞ്ഞിപ്പെണ്ണിന് പാവം തോന്നി. നിങ്ങൾ പേടിക്കണ്ട, അവൾ പറഞ്ഞു. എൻ്റെ തലമുടി കയറി ഒളിച്ചോ. പിന്നാലെ വന്നു ദഹണ്ണക്കാരൻ നമ്പൂരി. നിന്റെ തലയിൽ എന്താടി വെളുത്ത് വെളുത്ത്? നമ്പൂരി ചോദിച്ചു. അത് വെളുത്ത പേന തിരുമേനി, കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞു. നിന്റെ തലയിൽ എന്താടി കറുത്ത് കറുത്ത്? നമ്പൂരി ചോദിച്ചു. അത് കറുത്ത പേന തിരുമേനി, കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞു. ശരി, ഞാൻ പോട്ടെ. ഒരു പിടി കടുകും ഒരു പിടി ജീരകവും ഇവിടൊക്കെ ഓടി നടക്കുന്നുണ്ട്, കണ്ടാ പിടിച്ച് കൂട്ടാനിടണേ. നമ്പൂരി പോയി. കുഞ്ഞിപ്പെണ്ണ് അവരെ കടവി കൊണ്ട് വിട്ടു. അവിടെ ആരാ ഉണ്ടായിരുന്നേ? പലഹാരക്കാരൻ പാപ്പി മാപ്പിള. മാപ്പിളയുടെ കൊട്ടയില് അച്ചപ്പവും ചീപ്പപ്പവും കുഴലപ്പവും. എവിടെ പോവാ? അവർ ചോദിച്ചു. ഞങ്ങൾ പുതുപ്പള്ളി പള്ളി പോകുക, കടുകും ജീരകവും പറഞ്ഞു. പാപ്പി മാപ്പിള പള്ളിപ്പെരുന്നാളിന് പോകുക, നിങ്ങളും പോന്നോ? അച്ചപ്പവും ചീപ്പപ്പവും നീങ്ങിയിരുന്നു. പാപ്പി മാപ്പിളയുടെ കൊട്ടയെ കയറി ഒരു പിടി കടുകും ഒരു പിടി ജീരകവും പുതുപ്പള്ളി ചെന്നു. അവിടെയുമുണ്ട് ഒരു ദഹണ്ണക്കാരൻ കൊച്ചുവരീത്. ഇന്നത്തെ ഇറച്ചിക്കറിക്ക് നല്ല കോള്. കൊച്ചുവരീതിന് സന്തോഷമായി. വരൻ വരൻ, പുണ്യാളച്ചനെ കാണണ്ടേ?
കൊച്ചു വറീത് വിളിച്ചു. അയ്യോ, ഞങ്ങളില്ല. കടുകും ജീരകവും പറന്നു. കടുക് മധുരച്ചുരുട്ടിൻ്റെ അകത്ത് കയറി ഒളിച്ചു. ജീരകം കുഴലപ്പത്തിൻ്റെ അകത്ത് പമ്മിയിരുന്നു. പാപ്പി മാപ്പിള ഉറങ്ങിയെന്ന് കണ്ടപ്പം കടുകും ജീരകവും പമ്മി പമ്മി പുറത്തിറങ്ങി. പുണ്യാളച്ച, ഞങ്ങൾക്ക് കൂട്ടാനി ചേരണ്ടായേ, കടുകും ജീരകവും പറഞ്ഞു. അതിനെന്താ, നിങ്ങൾ ചേരണ്ട, പുണ്യാളച്ചൻ പറഞ്ഞു. അങ്ങനെ മുട്ടുകുത്തി നിന്നപ്പം കടുകിനും ജീരകത്തിനും വേര് മുളച്ചു. ഇല വന്നു, തണ്ടു വന്നു, പൂ വന്നു, കാ വന്നു. കാ വന്നപ്പം കഥയും തീർന്നു.